തർക്കങ്ങളെ ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘടനാ ഗ്രൂപ്പ് വഴക്കുകളെന്നോ അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഭാഗീയ സംഘർഷങ്ങൾ എന്നോ പറഞ്ഞ് നമുക്ക് ചരിത്രത്തിന് മാറ്റി നിർത്താവുന്നതാണ്. രാഷ്ട്രീയ ചരിത്രത്തിന് അതിൽ താല്പര്യമില്ല. അതിലൊരു ജേർണലിസ്റ്റിക് ഇൻട്രസ്റ്റിനപ്പുറത്തേക്ക് ആരെവിടെ നിന്നു, ആരെങ്ങോട്ട് പോയി, ആരാണ് സെക്രട്ടറി ആയത്, ആരാണ് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ നേതൃത്വം ഏറ്റെടുത്തത് എന്നുള്ളതിനൊന്നും രാഷ്ട്രീയ പ്രാധാന്യവുമില്ല, ചരിത്ര പ്രാധാന്യവുമില്ല. അവശേഷിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇന്ന് എന്തുകൊണ്ട് CPM-നകത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന ഇതാണ് ചർച്ചാ വിഷയമെങ്കിൽ പറയാനുള്ള കാര്യം, ഇന്ന് CPM അതീവ ദുർബലമാണ്. CPM-നകത്ത് ഒരു വലിയ സംഘർഷം നടത്താനുള്ള ആരോഗ്യമൊന്നുമില്ല. ഒരു സർജറി നടത്താൻ രോഗിക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ആ രോഗിയെ സർജറിക്ക് വിധേയമാക്കാത്തതുപോലെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM വളരെ 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 ചെറുതായി. ഉദാഹരണത്തിന് ത്രിപുരയിൽ സംസ്ഥാന സമ്മേളനത്തിന് പ്രകടനം നടത്താൻ പോലും ഭയമായതുകൊണ്ട് അവർ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഒരു ഹാളിലേക്ക് ചുരുക്കി. കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് 10-13 സീറ്റ് അവിടെ ജയിച്ചു. കോൺഗ്രസുമായി ചേർന്നിട്ടും താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ബംഗാളിൽ ഒരു സീറ്റും CPM-നില്ല. ഇന്ത്യയിൽ എവിടെയും ഒരു സീറ്റും ഇല്ല പാർലമെൻറ്റിൽ. ഉള്ളത് രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ സഹായത്തോടെ ജയിച്ച സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ ജയിച്ച 2 ആളാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് CPM അതീവ ദുർബലമായി പിന്മാറുന്ന ഒരു ഘട്ടത്തിൽ അതിനകത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊന്നും ഉള്ള ആരോഗ്യം CPM-നില്ല. അപ്പോൾ അതുകൊണ്ട് പിണറായി പറയാതെ പറയുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ചില സമയത്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതല്ലെങ്കിൽ കേരളം ബംഗാളാവും. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് കേരളം ബംഗാളാക്കും എന്നാണ്. അന്നത്തെ മുദ്രാവാക്യം അതാണ്, ബംഗാൾ മോഡൽ ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ ഇന്ന് പറയുന്നത് ഒരു ആശങ്കയോടുകൂടി എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചാൽ ഇതൊക്കെ ബംഗാളാവും അല്ലെങ്കിൽ ത്രിപുരയാവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഡിപ്പെൻഡ് ഓൺ മീ, എന്നെ ആശ്രയിക്കൂ, എന്നെ ആശ്രയിച്ചില്ലെങ്കിൽ അപ്പം കാണാം എന്ന ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സംഘടനാ അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം CPM പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും MA ബേബി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗത്തിന് പോകുന്നുണ്ട്. കോൺഗ്രസ്സിനെ ഇവിടുത്തെ ഫാസിസത്തിനെതിരായ സമരത്തിലുള്ള പങ്കിനെക്കുറിച്ച് കൃത്യമായൊരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഇപ്പോഴും CPM-നില്ല. ആവശ്യത്തിന് കൂടാം അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള അതിനവർ പറയുന്ന ഒരു ന്യായവുമുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമോ ഒരു മുന്നണി സംവിധാനമോ അല്ല എന്ന്.